നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ടാണ് വെൻഡർ ക്രിയേഷൻ. അതായത് വെൻഡർ ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിനൊക്കെ ക്രിയേറ്റ് ചെയ്യാന്ന് പറയും അല്ലെ. ക്രെഡിറ്റേഴ്സിനെയാണ് നമ്മൾ വെൻഡർ എന്ന് പറയാം. നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പ്രൊഡക്റ്റ് വാങ്ങുന്നത് അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈയേഴ്സിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാം, വെൻഡർ എന്ന് പറയാം. അപ്പൊ അതിന് ഇവിടെ ഹോം ടാബിനൊക്കെ താഴെ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. വെൻഡേഴ്സിലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ വെൻഡേഴ്സിൽ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമ്മളോട് പറയും ക്രിയേറ്റ് ന്യൂ വെൻഡർ, പുതിയൊരു വെൻഡറെ അതായത് പുതിയൊരു സപ്ലയറെ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. സോ ഞാൻ ക്രിയേറ്റ് ന്യൂ വെൻഡർ എന്നുള്ളത് കൊടുത്തു. ഓക്കെ, ദെൻ ഇനി ഇവിടെ നിങ്ങൾക്ക് വെൻഡർ ക്രിയേഷൻ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, പ്രീഫിൽ വെൻഡർ ഡീറ്റെയിൽസ് ഫ്രം ദ GST പോർട്ടൽ യൂസിങ് ദ വെൻഡേഴ്സ് GSTIN. ഓക്കെ, അതായത് വെൻഡേഴ്സിന്റെ GST നമ്പർ യൂസ് ചെയ്തിട്ട് GST പോർട്ടലിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, നമുക്കത് കൊടുത്തു കഴിഞ്ഞാൽ GST ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രീഫിൽ ആയിട്ട് വരും. ഓക്കെ, അതാണ് നമുക്ക് സോൺ ബുക്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ആക്സസ് ആയതുകൊണ്ട് നമുക്ക് പല സോഫ്റ്റ്വെയർ ആയിട്ടോ അല്ലെങ്കിൽ പല വെബ്സൈറ്റോ ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. സോ ഇവിടെ പ്രൈമറി കോൺടാക്ട് ചോദിക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മളൊരു വെൻഡറെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു സപ്ലയർ അല്ലെ, അപ്പൊ അതിൽ നമ്മൾ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് കോൺടാക്ട് ചെയ്യേണ്ട ആളുടെ പേരാണ് കൊടുക്കേണ്ടത്. ഞാന് മിസ്റ്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫസ്റ്റ് നെയിം ഞാൻ അരുൺ എന്ന് കൊടുത്തു. അരുൺ, ലാസ്റ്റ് നെയിം കൃഷ്ണ. ഓക്കെ, അരുൺ കൃഷ്ണ എന്ന് കൊടുത്തു. അരുൺ കൃഷ്ണ എന്ന് കൊടുത്തു. കമ്പനി നെയിം സോൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. മീൻസ് നമ്മുടെ ക്രെഡിറ്റർ ആണ്. ഒരു ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഡിസ്പ്ലേ നെയിം സെയിം തന്നെ കൊടുക്കാം. ഒന്നുകിൽ ഡിസ്പ്ലേ നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരേണ്ട നെയിം നിങ്ങൾക്ക് ഇവിടെ കാണാം. This name will be displayed on all the transaction you create for this vendor. Okay, ഈ വെൻഡറുടെ പേരിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ട്രാൻസാക്ഷൻസിലും ഡിസ്പ്ലേ ചെയ്യുന്ന നെയിം ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ പൊതുവെ വേണമെങ്കിൽ അരുൺ കൃഷ്ണ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കൃഷ്ണ അരുൺ, അല്ലെങ്കിൽ അരുൺ കൃഷ്ണ, ദെൻ സോൺ ഇലക്ട്രോണിക്സ് ഏതാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഞാൻ സോൺ ഇലക്ട്രോണിക്സ് സെലക്ട് ചെയ്തു. ഇനി ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം. ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ് 0483 then 27678. ഓക്കെ, ഒരു നമ്പർ ഞാൻ കൊടുക്കുകയാണ് ജസ്റ്റ്. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ കൂടെ കൊടുക്കാം. ഓക്കെ, മൊബൈൽ നമ്പർ കൂടെ കൊടുത്തു. വെൻഡർ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഏതാണോ ലാംഗ്വേജ് അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പാർട്ട് വരുന്നത്, GST ട്രീറ്റ്മെന്റ്. എങ്ങനെയാണ് GST വരുന്നത്? ഇവിടെ സെലക്ട് GST ട്രീറ്റ്മെന്റ് കൊടുക്കാം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ടല്ലോ, അത് രജിസ്റ്റേർഡ് ആണോ, കോമ്പോസിഷൻ ഡീലർ ആണോ, അൺരജിസ്റ്റേർഡ് ആണോ, ഓവർസീസ് കസ്റ്റമർ ആണോ, അല്ലെങ്കിൽ സ്പെഷ്യൽ എക്കണോമിക് സോണിലുള്ള കസ്റ്റമർ ആണോ, അല്ലെങ്കിൽ സപ്ലയർ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ റെഗുലർ കൊടുത്തു. പൊതുവെ നമ്മൾ റെഗുലർ ആണ് കൊടുക്കാറുള്ളത്. ഡീലേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മളത് GST തന്നെ പഠിക്കണം, GST തിയററ്റിക്കലി പഠിക്കണം, ഏത് ഡീലർ ആണെന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഡീലേഴ്സ് ഉണ്ട്, അവരുടെ GSTയുടെ ട്രീറ്റ്മെന്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഞാൻ രജിസ്റ്റേർഡ് ബിസിനസ് റെഗുലർ എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ നമ്മളോട് GSTIN നമ്പർ ചോദിക്കും. ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഒരു പേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ GSTIN നമ്പർ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ChatGPTയിൽ വന്ന് ജസ്റ്റ് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് GSTIN നമ്പർ കൊടുക്കാം. GSTIN നമ്പർ കൊടുത്തു. അപ്പൊ കണ്ടോ 32 സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സോഴ്സ് ഓഫ് സപ്ലൈക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ദെൻ കേരള വന്നിട്ടുണ്ട്. പാൻ നമ്പർ ഇവിടെ മുതൽ ഇതുവരെയുള്ളതാണ് പാൻ നമ്പർ എന്ന് പറയാം കേട്ടോ. GSTIN നമ്പറിൽ ഇത്രയും ഭാഗമാണ് പാൻ നമ്പർ എന്ന് പറയാം. സോ പാൻ നമ്പർ വന്നിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ വെൻഡർ MSME രജിസ്റ്റേർഡ് ആണെന്ന് ചോദിക്കുന്നുണ്ട്. രജിസ്റ്റേർഡ് ആണെങ്കിൽ ടിക്ക് കൊടുക്കണം. പിന്നെ അതിന്റെ ഡീറ്റെയിൽസും കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഞാൻ ടിക്ക് കൊടുക്കുന്നില്ല. അടുത്തത് ഇന്ത്യൻ റുപ്പി. അക്കൗണ്ട് പേയബിള് നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ അക്കൗണ്ട് പേയബിള് മീൻസ് ക്രെഡിറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് അക്കൗണ്ട്സ് പേയബിൾ എന്നുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. then ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. അതായത് ഈ പറയുന്ന
വെണ്ടർക്ക് സോൺ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന പാർട്ടിക്ക് നമ്മൾ പഴയ ബാലൻസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതുപോലെ തന്നെ പേയ്മെന്റ് ടേംസ് എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മളൊരു ക്രെഡിറ്റർ ആണ്, നമ്മൾ കടമായിട്ടൊരു ആ പാർട്ടിയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന ഒരു ഡേറ്റ് ഉണ്ടാവും അല്ലെ. അതായത് നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അതായത് നെറ്റ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്ലൈ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി 30 ദിവസത്തിന്റെ ഉള്ളിൽ. ഓക്കെ, ഇത് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി 45 ദിവസത്തിന്റെ ഉള്ളിൽ, ഇത് പ്രൊഡക്റ്റ് കിട്ടി 60 ദിവസത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, നമ്മൾ പേയ്മെന്റ് ക്ലിയർ ചെയ്യണം. അപ്പൊ ഇതാണ് ഓരോ കണ്ടീഷൻസ് ആണ്. ഇനി ഡ്യൂ ഓൺ റെസിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് എന്നാണോ ആ എമൗണ്ട് റെസിപ്റ്റ് കിട്ടുന്നത് അന്ന് തന്നെ പേയ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ ഡ്യൂ എൻഡ് ഓഫ് ദ മന്ത്, നമുക്കിപ്പോ 10-ാം തീയതിയാണ്, ജനുവരി 10-ാം തീയതിയാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, സാധനം കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ മന്ത് എൻഡിൽ പേയ്മെന്റ് ചെയ്യണം. ആ രീതിയിലാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഡ്യൂ എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം നെക്സ്റ്റ് ലാസ്റ്റ് ആണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കേണ്ടത്, ഓക്കെ, എത്ര ദിവസത്തിന്റെ ഉള്ളിൽ പേയ്മെന്റ് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഞാനൊരു നെറ്റ് 13 എന്ന് കൊടുക്കും. 30 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മൾ പർച്ചേസ് നടത്തി 30 ദിവസത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളത് ഞാനിവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തു. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ നേരെ താഴോട്ട് വരാണ്. TDS ഉണ്ടെങ്കിൽ TDS സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ പോർട്ടൽ ആക്സസ്, വെണ്ടറിന്റെ പോർട്ടൽ ആക്സസ് അലൗ ചെയ്യണോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ, എല്ലാം ചെയ്യണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അതുപോലെ എന്തെങ്കിലും ഡോക്യുമെന്റ്സോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതുപോലെ ആഡ് മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെബ്സൈറ്റ്, ഡിപ്പാർട്ട്മെന്റ്, ഡെസിഗ്നേഷന്, സ്കൈപ്പ് നെയിം, ഫേസ്ബുക്ക് നെയിം, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണോ റിക്വയർമെന്റ് ഉള്ളത് അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ വെണ്ടറുടെ GST ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇനി ഇവരുടെ അഡ്രസ്സ് കൊടുക്കണമെങ്കിൽ അതർ ഡീറ്റെയിൽസിന് തൊട്ട് താഴെയുള്ള അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യാം. അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അഡ്രസ്സ്, ബില്ലിംഗ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ബില്ലിംഗ് അഡ്രസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. കൺട്രി ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തു, ഇന്ത്യ ആണ് കൺട്രി. ദെൻ അതുപോലെ തന്നെ അഡ്രസ്സ്, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രീറ്റ് സൈൻ സ്ട്രീറ്റ്, ജസ്റ്റ് ഒരു പേര് കൊടുക്കാണ്, കൊച്ചി. ഓക്കെ, ജസ്റ്റ് ഒരു സ്ട്രീറ്റ് കൊടുക്കാണ്, കൊച്ചി കൊടുത്തു. ദെൻ സിറ്റി കൊച്ചിൻ. ഓക്കെ, നമുക്ക് കൊച്ചി എന്ന് കൊടുക്കാം. ദെൻ കൊച്ചിൻ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് താഴോട്ട് വരാം, സ്റ്റേറ്റ് കൊടുക്കാം, കേരള കൊടുക്കാം. ഓക്കെ, പിൻകോഡ് ഉണ്ടെങ്കിൽ പിൻകോഡ് കൊടുക്കാം. ദെൻ 3 ഡീറ്റെയിൽസ് കൊടുത്തു. ഫോൺ നമ്പർ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഫോൺ നമ്പർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഫാക്സ് നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി ഇതേ നമ്പർ തന്നെയാണ്, ഈ ഒരു അഡ്രസ് തന്നെയാണ് ബില്ലിംഗ് അഡ്രസ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ബില്ലിംഗ് അഡ്രസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ലായിട്ട് വരും. സെയിം തന്നെയാണ്, രണ്ടും സെയിം തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വാങ്ങുന്ന അഡ്രസ്സും അത് ബില്ല് ചെയ്യുന്ന അഡ്രസ്സും ഷിപ്പ് ചെയ്യുന്ന അഡ്രസ്സും രണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ രണ്ടും ഒന്നാണെങ്കിൽ നമുക്ക് കോപ്പി ബില്ലിംഗ് അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ സെയിം ഡീറ്റെയിൽസ് ഇവിടെയും ഫില്ലായി വരും. ഇനി അതെല്ലാം മാറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ, നല്ല ഓപ്ഷൻസ് ഉണ്ട്. ദെൻ അടുത്തത് കോണ്ടാക്ട് പേഴ്സൺ ആണ്. ഓക്കെ, നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ട പേഴ്സണ് ഞാനിവിടെ സാലുറ്റേഷൻ മിസ്റ്റർ കൊടുത്തു. ഫസ്റ്റ് നെയിം നമുക്ക് എന്ത് ചെയ്യാം, അജിത്ത് എന്ന് കൊടുക്കുകയാണ്. അജിത്ത് ആണ് കോണ്ടാക്ട് ചെയ്യുന്ന പേഴ്സൺ, അജിത് ദിവാകർ. ഓക്കെ, അജിത് ദിവാകർ എന്ന് കൊടുത്തു. ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ കൊടുക്കാം, വർക്ക് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം, മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു. ഓക്കെ, ദെൻ സേവ് ചെയ്യാം. അതായത് നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പേഴ്സൺ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ വീണ്ടും ഞാൻ എഡിറ്റിൽ വന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാം, കസ്റ്റം ഫീൽഡ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അതിൽ അവൈലബിൾ ആണ്. സോ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ നേരെ പർച്ചേസിൽ വെൻഡേഴ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. കണ്ടോ,
സോൺ ഇലക്ട്രോണിക്സ്, വർക്ക് ഫോൺ നമ്പർ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിൽ സോൺ ഇലക്ട്രോണിക്സിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ക്ലിക്കിൽ ഇപ്പൊ അറ്റാച്ച്മെന്റോ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ല അല്ലെ, അപ്പൊ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ അയക്കാനോ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസിൽ നമ്മൾ ബിൽ അഡ്രസ്സും ഷിപ്പ് അഡ്രസ്സും കൊടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ദെൻ ഓപ്പണിംഗ് ബാലൻസസ് വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇവിടെ എൻ്റർ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഫില്ലായി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഇവിടെ നിന്ന് വെച്ചിട്ട് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഞാൻ ഒരു ക്രെഡിറ്ററെ മീൻസ് ഒരു വെൻഡറെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് ക്ലോസ് ചെയ്യാം, ദെൻ വീണ്ടും ബാക്കിലോട്ട് വരാം. ഓക്കെ.